ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ എത്രയോ ഭാഗ്യവാനാണെന്ന്. കാരണം എനിക്ക് ദൈവം ഒരു കുറവും വരുത്തിയിരുന്നില്ല. എനിക്കെല്ലാം ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. സങ്കടം എന്തെന്ന് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ല. അല്ല, അറിയിച്ചിട്ടില്ലെന്ന് പറയുന്നതാവും ശരി. ചെറുപ്പം തൊട്ടേ ഞാൻ ഒരു കടുത്ത സച്ചിൻ ഫാനായിരുന്നു. സാധാരണ എല്ലാ വീട്ടിലും മക്കളോട് നീ എഞ്ചിനീയർ ആക്, ഡോക്ടർ ആക് എന്ന് പറയുന്ന വീട്ടുകാരുടെ ഇടയിൽ എൻ്റെ വീട് മാത്രം വ്യത്യസ്തമായിരുന്നു. നീ ക്രിക്കറ്റ് കണ്ടാൽ മാത്രം പോരാട്ടോ, ഒരിക്കൽ മോൻ സച്ചിൻ്റെ കൂടെ കളിക്കണം. ഇതായിരുന്നു അമ്മയുടെ ഓർഡർ. പിന്നതേ ഇവര്. ക്രിക്കറ്റിനെ പോലെ ഞാൻ മറ്റെന്തിനെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതേ ഇവരെയാ, എൻ്റെ കൂട്ടുകാർ. സൗഹൃദം കളിയിൽ മാത്രമല്ല കേട്ടോ, കളിയിലാണെങ്കിലും കാര്യത്തിനാണെങ്കിലും ഇവന്മാരെപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും. നമ്മുടെ ഷോയിബ് അക്തർ പന്തെറിയുമ്പോൾ രാഹുൽ ദ്രാവിഡാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർ കോൺഫിഡൻ്റായി പറയാറില്ലേ, ഇന്ന് എന്തായാലും ഇന്നിങ്സ് തീരില്ല, നാളെയും കളി നീണ്ടു പോകുമെന്ന്. അതിലും വിശ്വാസമാണ് എനിക്കിവരെ. അളിയ സച്ചിൻ വിരമിക്കും അളിയ. വെസ്റ്റ് ഇൻഡീസ് ആയിട്ടാണ് ലാസ്റ്റ് കളി. കേട്ടപ്പോൾ ഒരു വല്ലാത്ത വീർപ്പോട്ടൽ തോന്നിയിരുന്നു. ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ ഒന്ന് നേരി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പിന്നെ ഇവൻ കൂടെയുള്ളതുകൊണ്ട് സമയം പോണതറിയില്ല. ചേച്ചിയുടെ മോനാ, പക്ഷെ എൻ്റെ കൂടെ കളിക്കാൻ ചേച്ചി അവനെ സമ്മതിക്കില്ല. അവൻ എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുമെന്നാ ചേച്ചിയുടെ പരാതി. അതിനൊക്കെ ഉപരി എൻ്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരാൾ. അതെന്ത് മാജിക്കാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി. ദേ ഇങ്ങനെ, അമ്മേ. പക്ഷെ എനിക്കറിയാം എന്തിനാ ഇവരെന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന്. ഒരുപക്ഷെ നാളെ ഇതുപോലെ എന്നെ പരിചരിക്കാൻ ഞാനില്ലെങ്കിലോ. കുഞ്ഞെന്നെ ശല്യപ്പെടുത്തുമെന്ന് കരുതിയല്ല ചേച്ചി അവനെ വിളിക്കുന്നത്. അവൻ്റെ കൂടെ എനിക്ക് കളിക്കാവില്ലല്ലോ എന്ന സത്യം ഞാൻ ഓർക്കാതിരിക്കാനാ. എനിക്കറിയാം 100 തവണ അമ്മ എൻ്റെ മുന്നിൽ ചിരിക്കുമ്പോഴും ഞാൻ കാണാതെ അമ്മ 1000 തവണയെങ്കിലും കരഞ്ഞിട്ടുണ്ടാകും. എനിക്കറിയാം ടൂർണമെന്റ് ജയിച്ചുകൊണ്ട് വന്ന കപ്പൊന്നും അല്ലത്. എങ്ങനെയോ ഒപ്പിച്ചതാവും എന്നെ സന്തോഷിപ്പിക്കാൻ. എനിക്കറിയാം. നിഴല് പോലെ എല്ലാവരും കൂടെ ഉണ്ടായിട്ടും എൻ്റെ ജീവിതത്തിന് നേരെ വന്ന ഒരു ബൗൺസർ ആർക്കും അത് തടുക്കാൻ കഴിഞ്ഞില്ല. ഈ വീട്ടിൽ ആരും എൻ്റെ കുറവിനെ പറ്റി ചിന്തിക്കാറില്ല. അവരോടൊപ്പം ഉള്ളപ്പോൾ അങ്ങനെ ഒരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നാറുമില്ല. എല്ലാവരും എന്നെ സ്നേഹം തന്ന് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അതേ സ്നേഹം കൊണ്ട് ഞാൻ തോറ്റുകൊണ്ടിരിക്കുക. കാരണം എനിക്കെൻ്റെ അമ്മയുടെ കണ്ണൊന്ന് തുടയ്ക്കാൻ പറ്റുന്നില്ല.
കുഞ്ഞിനോടൊന്ന് കളിക്കാൻ പറ്റുന്നില്ലല്ലോ. നിന്നെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ആഗ്രഹിച്ച പലതും കൈവിട്ടു പോകുമ്പോൾ തിരിച്ചു പിടിക്കാൻ ധൈര്യമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. അതിനെ ഒരു ഓമന പേരിട്ട് വിളിക്കാം, വിധി. പക്ഷേ വിധിയെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്ക് തിരിച്ചു വരണം. അവർക്ക് വേണ്ടി എനിക്ക് തിരിച്ചു വരണം. അവർ തരുന്ന സ്നേഹത്തിന് വേണ്ടി എനിക്ക് തിരിച്ചു വരണം. നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹരഹരം ഇത് തുടരും ഈ വേളയിൽ, പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ. ഗതിയുള്ള പോലെ നിന്റെ കൈകൾ പാറട്ടെ, നിന്റെ കഴിവിനാൽ എതിരാളി തളരട്ടെ. ഹരഹരം ഇത് തുടരും ഈ വേളയിൽ, പ്രഹരണം ഇത് നിലച്ചിടും ചോരയിൽ. നേരം വേണം ചേരും നിന്റെ കാവലെന്നും നീയെ പോലും നേരം വാളിൽ വീഴും ചോര ചെല്ലും നിന്റെ വീര്യം. കഥന കഥകൾ നടക്കഥകൾ വെറും മൊഴിയെന്ന് എഴുതി ചേർത്ത് അതിജീവനം എന്ന വാക്ക് തിരുത്തി എഴുത്. നിന്റെ വീര്യം കൊണ്ട് കൈകൾ കോർത്തു നിന്നെ ശക്തിയുണ്ട്. പെണ്ണതല്ല വർഗമാനം പോയാൽ പോയതാണ് എന്ന ചിന്ത മാറ്റും സമയമായി. വാ 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 കേറി വാ. My life between 22 yards for 24 years. It's hard to believe that that wonderful journey is coming to an end.